ഈ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഇത് എപ്പോഴാണ് ആയത്? ദെൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഇറ്റ് വാസ് സോ സ്ട്രഗ്ലിങ്. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ പോലും നമുക്ക് തരില്ല. പോയി അവിടെ വെള്ളം ഇരിപ്പുണ്ട്, പോയി എടുത്ത് കുടിക്കുമെന്ന് പറയും. അത്തരമാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ വിളമ്പുന്ന പാത്രം ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുമ്പം എടുത്തു കഴിച്ചോ എന്ന് പറയും. നമുക്കങ്ങനെ വിളമ്പി തരത്തില്ല. നമ്മൾ കഴിക്കുന്ന ഓപ്പോസിറ്റ് ഇരുന്നും കൊണ്ട് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളെ കളിയാക്കും. അത്തരം ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ, അറിയില്ല, ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ, നോക്കിക്കോ നാളെ നീ എനിക്ക് ചായ എടുത്ത് തരും, ഒരു ദിവസം വരും, നീ എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് കാരവാനിൽ തരും എന്ന് ഞാനിങ്ങനെ ചുമ്മാ പറയും. ദറ്റ് ഇസ് കർമ്മ. കർമ്മ ഉണ്ടോ എന്നുള്ളത് കാര്യം മനസ്സിലായത് എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളിൽ നിന്ന്, എനിക്ക് നേരിട്ട അനുഭവങ്ങൾ ഉണ്ടായതിൽ നിന്നാണ്. എനിക്ക് കർമ്മ ഉണ്ട്. അത് കർമ്മ ഇല്ല, അത് നിൻ്റെ ഡെഡിക്കേഷൻ. യുവർ എന്തു പറയണം, ഓക്കെ എനിക്കിങ്ങനെ എനിക്കും പോലും ഇങ്ങനെ ആയാൽ ഞാൻ എന്തു ആലോചിക്കും, വൺ ഡേ ഐ വിൽ കം. സോ അത് നിൻ്റെ ഉള്ളു ഉണ്ടായിരുന്നു. സോ യു വർക്ക് ഹാർഡ്. ഇത് കർമ്മ അല്ല, ഇത് നിൻ്റെ ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലനം. ഐ ഫെൽറ്റ് ബിക്കോസ് ഞാനിപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തത് ഓടും കുതിര ചാടും കുതിര, ഫഹദ് ഫാസിൽ, കല്യാണി, ലക്ഷ്മി ഗോപാലസ്വാമി, ലാൽ സാറൊക്കെ ഉള്ള മൂവി. അപ്പോൾ ഞാൻ ആ മൂവിയിൽ ചെല്ലുമ്പം ഐ ഫെൽറ്റ് എനിക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്, എന്താണ് ഉച്ചയ്ക്ക് വേണ്ടുന്നത്, ഇത് ചോദിക്കുവാണ്. ദെൻ ഞാനപ്പം ബാക്ക് ടു മൈ ലൈഫിലേക്ക് ഞാൻ പോയി. ഓ മൈ ഗോഡ്, വെള്ളം ചോദിച്ചപ്പോൾ അവിടെ പോയി വെള്ളം എടുക്കാൻ പറഞ്ഞു, ഫുഡ് ചോദിച്ചപ്പോൾ വിളമ്പി കഴിച്ചോളാൻ പറഞ്ഞു, ചായ ചോദിച്ചപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് പോയി എടുത്ത് കുടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാരവാനിൽ കയറി ഇരിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമുണ്ടായി. ഇപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ആർട്ടിസ്റ്റുകളോടൊപ്പം തന്നെ എനിക്ക് കാരവാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇറ്റ് വിൽ കർമ്മ പ്ലസ് മൈ ഡെഡിക്കേഷൻ. മേക്കപ്പ് ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ? ഉണ്ട്. ഇൻ്റർനാഷണൽ കാർഡ് ഉണ്ട്. ഇന്റർനാഷണൽ കാർഡ്? എനിക്ക് ഇന്റർനാഷണൽ കാർഡ് ഉണ്ട്. അതായത് ഇവിടെ ഓൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാം. അതെങ്ങനെ കിട്ടിയത്? അത്ര ഈസി ഒന്നുമില്ലല്ലോ. അത് ഇപ്പവും അവിടെ പ്രശ്നമായിട്ടുണ്ട്. ഒരു കുട്ടി, ഒരു ട്രാൻസ്ജെൻഡർ കുട്ടിക്കാണ് ഇപ്പൊ അവർ കൊടുത്തിരിക്കുന്നത്. ഒരു പെണ്ണുക്ക് TGSക്ക് അവർ പറയുന്നത് തമിഴ്നാട്ടില് കാർഡ് കൊടുക്കില്ല. ഇതുപോലെ ചോദിച്ചാൽ ഞാൻ ഇതുപോലെ ഞാനും ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ സിനിമ വർക്കിന് വരുമ്പോൾ എൻ്റെ കാർഡില്ല എന്നുള്ള കാരണത്താൽ എനിക്ക് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. മലയാളത്തിലും ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ ടോപ്പ് സെലിബ്രിറ്റികളുടെ പേഴ്സൺ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എനിക്ക് തമിഴ്നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് ആസ് എ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റീസ് ആർ എ സെക്സ് വർക്കേഴ്സ്, ദേ ആർ ബെഗേഴ്സ്, യു നോ. അതാണ്. പക്ഷേ വി ഹാവ് ലോട്ട്സ് ഓഫ് കാലിബർ ആൻഡ് ടാലൻറ്റ് ആൻഡ് സ്കില്ല്. ബട്ട് ഇവരത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ല എന്നുള്ളത്. അതായത് ഞാൻ എന്നേക്കാൾ മികച്ചതാകും, ഇവർ വന്നാൽ ഇവർ എന്നേക്കാൾ മികച്ചതാകും എന്നുള്ള ഒരു കുശുമ്പാണ് ഇവരെ മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു ഉത്തരമെന്ന് വേണമെങ്കിൽ പറയാം. അവർ മാറ്റി നിർത്താനുള്ള റീസൺ അതാണ് അവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇന്നും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് കട പിടിക്കാൻ പറ്റുന്ന ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്? ഐ എം ചാലഞ്ചിങ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വെച്ച് ഉള്ള ടാലൻ്റുള്ള എത്ര പേരുണ്ടെന്നറിയാം. പാടാനും ആടാനും ഡാൻസ് കളിക്കാനും എഴുതാനും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും സംസാരിക്കുവാനും മോഡലിംഗ് ചെയ്യുവാനും എത്ര കഴിവുള്ളവരാണ്. ഭയമാണ്, സീരിയസ്ലി ഭയമാണ്. ഇവർ കയറി വന്നാൽ നമ്മുടെ സ്ഥാനം പോകും, ഡൗൺ ആകും. ഡെഫിനറ്റ്ലി ഭയമെടുത്ത് കളയും. മനുഷ്യനെ മനുഷ്യനായിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് ഹ്യൂമാനിറ്റി വർക്കൗട്ട് ആവുന്നത്. അതെ, ഇപ്പോൾ നമുക്ക് അങ്ങനെ വി ഷുഡ് നോട്ട് എക്സ്പെക്ട് ഹ്യൂമാനിറ്റി ഫ്രം ദം. ഇപ്പം നമ്മളാണ് വി ഹാവ് ബിക്കം ഹ്യൂമൻസ്, ബെറ്റർ ഹ്യൂമൻസ്. നമ്മളാണ് ഒത്തർക്കൊത്തർ ചേർത്ത് പിടിച്ച്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഹാപ്പി. യെസ്, വി ആർ ഹാപ്പി ബിക്കോസ് നമ്മൾ
ഒരു 10-15 വർഷത്തേക്ക് ബാക്കിലേക്ക് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ലോകമല്ലല്ലോ ഇന്ന്. അത് വെട്ടിപ്പിടിച്ചതാണ് ഇത്. പടപൊരുതി വെട്ടിപ്പിടിച്ചെടുത്തതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതുപോലെ നമ്മുടെ നിയമം മാറ്റി എഴുതി ചേർക്കപ്പെട്ടത് ഡോക്ടർ അംബേദ്കറിനെ പോലെയൊക്കെ ഉള്ളവർ പൊരുതി നേടിയതുപോലെ നമ്മളും പൊരുതി നേടുകയാണ്. യുനോ ഇനിയും പൊരുതാനുണ്ട്, ഒരുപാട് പൊരുതാനുണ്ട്. കാരണം ഒരുപാട് എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവലിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് കമ്മ്യൂണിറ്റിക്കിടയിൽ. അതെല്ലാം ഒന്നെങ്കിൽ അവരെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അവരെ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേഷൻ ഒക്കെ എവിടെ ചെയ്തതാ? ഞാൻ കേരളത്തിൽ തന്നെ ചെയ്തത്. ഓ, കേരളത്തിലുണ്ടോ? ഉണ്ട്. ഓക്കെ. It was horrible surgery. I know. So because we have 3 options. It's a normal surgery, then a SARAS surgery, and then column surgery. The column surgery is a very difficult. There is collar നമ്മുടെ കുടലെടുത്ത് വെക്കുന്ന സർജറി, കുടൽ കട്ട് ചെയ്ത് വെജനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർജറി ഉണ്ട്. ദാറ്റ് ഇസ് ലേറ്റസ്റ്റ് സർജറി. ലേറ്റസ്റ്റ് മീൻസ് ഒരു 10 years ആയിട്ട് അത് നടക്കുന്നു. കോളം സർജറി തായ്ലാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊരു 20% വിജയസാധ്യതയുള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരു നൂല് കെട്ടിക്കൊടുത്തിട്ട് അതിൽ കയറിയിട്ട് നടക്കാൻ പറയുന്നത് പോലെയാണ്. സോ മേ ബി പൊട്ടും, അല്ലെങ്കിൽ അപ്പുറത്തെത്തും. എന്തിനാ അത്ര ഒരു ഡേഞ്ചറസ് വിഷയത്തിന് നമുക്ക് ചെയ്യാന്ന് എടുത്തത്? ഐ ഡോണ്ട് നോ. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സർജറി എന്നതിനേക്കാൾ ഉപരി ഐ നീഡ് ടു ഫീൽ ദ വുമൻ ഇൻ യു. യെസ്. അത് ഇപ്പോൾ ഒരു സ്ത്രീ, ചിലർ പറയും പ്രസവ വേദന, അവൾ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന അത് ലോകത്ത് ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയാറുണ്ട്. ഇത് സെയിം പ്രോസസ്സിംഗ് അതിനേക്കാളും കൂടുതൽ വേദനയാണ് ഞാൻ അനുഭവിച്ചത് ഈ ഓപ്പറേഷൻസ് ഒക്കെ. എനിക്കറിയാം. സീരിയസ്ലി അതൊരു 5 minutes കുട്ടി ജനിക്കുന്നത്. മേ ബി 45 to 50 ബോൺസ് ടുഗെദർ. ഇഫ് യു ബ്രേക്ക് ഇറ്റ് അത്ര പെയിൻ ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 30-40 days അല്ലേ, 60 days നിൽക്കണം. പിന്നെ ലൈഫ് ലോങ് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ മരിക്കുന്നത് വരെ. ഐ ഡിഡ് ദാറ്റ് സർജറി. ദെൻ ആഫ്റ്റർ ലോങ് ടൈം ഐ എം ഫേസിങ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ ലൈഫ്. hormonal imbalance, then bone problems, heart problems, liver problems, everything. Because I'm taking lots of hormones in my life after my surgery. Then see, you can touch my body, there is no bone. എന്തിനാ എത്ര റിസ്ക്? I don't know. എനിക്ക് എന്താ പറയുക, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണ്? ബട്ട് യെസ്, ഓഫ് കോഴ്സ് യുവർ സ്കിൻ അറ്റ്ലീസ്റ്റ് മൈൻ കുറച്ച് റഫായിട്ടുണ്ട്, നിന്റെ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. അല്ല, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു നല്ല ലൈഫ് ആഗ്രഹിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം, ഇറ്റ് വാസ് ഗുഡ്. ഐ വാണ്ട് ടു ഡു എനിത്തിങ്, ഐ വാണ്ട് ഗോ എനി, എവിടെ പോകാൻ വരാം, എല്ലാം അങ്ങനെയുള്ള ഒരു ലൈഫ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നമ്മളെ കേൾക്കാനും നമ്മളെ അറിയാനും നമ്മളെ ഉൾക്കൊള്ളാനും ഒരു വേണം, ഒരു 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 സ്റ്റാച്ചു, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്റ്റാച്ചു വേണം, ഇല്ലേ? സ്റ്റാച്ചു ഇല്ല, ഞാൻ ഇപ്പൊ പറയുന്ന വേർഡാണ് ദാറ്റ് ഈസ് സ്റ്റാച്ചു. നമുക്ക് ഒരു we need a man അല്ലേ? we need a man. ബട്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്, അല്ലേ? എൻ്റെ ലൈഫിൽ ഒരു 20 times ആയി. എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. യുനോ, ഞാൻ ദാറ്റ്സ് മച്ച് ഓഫ് അയൺ ലേഡി ബിഫോർ മൈ സർജറി, ദെൻ ആഫ്റ്റർ മൈ സർജറി. ഞാനൊരു അയൺ തന്നെ ആയിരുന്നു എന്നെ സ്വയം വിശേഷിപ്പിക്കാൻ പോയി. അറ്റ് ദ സെയിം ടൈമിൽ ഞാനൊരു പച്ച സ്ത്രീയായി മാറിപ്പോയി.